സാറേ കേൾക്കാമല്ലോ അല്ലേ? പറയുന്നു. പറഞ്ഞോളൂ പറഞ്ഞോളൂ. യെസ് യാ. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിനാർക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണിന്ന്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മൈൻഡ്ഫുൾ ലേണിംഗ് അതെങ്ങനെ സംഭവിക്കും, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണത് നമ്മളുടെ പഠന ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടതെന്ന് നമ്മൾ സംസാരിക്കുന്ന ആന്റണി പുത്തമ്പരക്കൽ സാറാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആന്റണി സാർ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബ് സാർ. ആൻഡ് എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ഈവനിങ്. നമ്മൾ മൈൻഡ്ഫുൾ ലേണിങ്ങിനെ കുറിച്ച് ഒരുപക്ഷെ ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇതൊരു മനഃശാസ്ത്ര വിഷയമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. റോയ് സാറിനൊക്കെ ഏകദേശം ഓർമ്മയുണ്ടായിരിക്കും. ഏതായാലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്താണ് ഒരു മാത്യു, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നു, ഒരു മാത്യു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മനഃശാസ്ത്രം ഒത്തിരി ജനകീയമാക്കിയിട്ടുള്ള ഒരു ഒരാളുണ്ടായിരുന്നു. തിരുവനന്തപുരംകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും അന്നൊക്കെ ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: മനഃശാസ്ത്രപരമായ ഒരു സമീപനമല്ല ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ ഉള്ളടക്കം. അതായത് ഇന്നത്തെ ക്ലാസ്സിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. എങ്ങനെ കൂടുതൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാം, കൂടുതൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് മൈൻഡ്ഫുൾ ആസ്പെക്റ്റിൽ നിങ്ങൾ എടുക്കണം. അല്ലാതെ ഞാൻ ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ എല്ലാവരും തന്നെ എല്ലാ മാസികകളിലും ഒക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷാകാലം ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമായിരിക്കും. ആ ഒരു രീതിയിൽ ഈ ക്ലാസ്സിനെ നിങ്ങൾ നോക്കി കാണരുത്, അല്ലെങ്കിൽ വിലയിരുത്തരുത്. അങ്ങനെ വിലയിരുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകുന്ന ആ ദിശയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ദിശയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഓക്കെ, മൈൻഡ്ഫുൾ ലേണിംഗ്, അതായത് പാഠ്യപദ്ധതികൾ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാം. ഇത് വിദ്യാർത്ഥി എന്ന് പറയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കബിൾ ആണ്. സ്കൂളിൽ പഠിക്കുന്നവർക്കാകാം, കോളേജിൽ പഠിക്കുന്നവർക്കാകാം. ഇനി ഇത് ലൈഫ് ലോങ് ലേണേഴ്സിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഓക്കെ, ഹൈലൈറ്റ്സ് എന്ന് പറയാം. ഞാൻ ഇന്ന് പറയുന്നത് വാട്ട് ഈസ് ലേണിംഗ്. വെറുതെ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്? അത് ഒരു സെന്റൻസിൽ ഞാൻ പറയുകയാണ്, കാരണം മൈൻഡ്ഫുൾ ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലേണിംഗ് എന്താണ്, മൈൻഡ്ഫുൾനെസ് എന്താണ്, ഇനി വാട്ട് ഈസ് മൈൻഡ്ഫുൾ ലേണിംഗ്, മൈൻഡ്ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് മൈൻഡ്ഫുൾ ലേണിങ്ങിനകത്ത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കള് പഠിക്കുന്ന സമയത്ത് അത് അവരുടെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് പഠനത്തെ നമ്മൾ കാണുന്നത്. നീ പഠിച്ചോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ സമയം അവർക്ക് കൊടുക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് മക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാത്രം ഒരു പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ അതൊരു അവരുടെ ഒരു കടമയായിട്ട് നമ്മൾ കരുതരുത്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് മൈൻഡ്ഫുൾ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ട് ലേണിംഗ് പഠിക്കാമെന്നുള്ളത്? ഇതൊരു വലിയ വിഷയമാണ്. ഞാൻ സാധാരണ എടുക്കുന്ന എല്ലാം തന്നെ 1 മണിക്കൂർ കൊണ്ടൊന്നും എടുത്തു തീർക്കാൻ പറ്റിയല്ല. പക്ഷെ ഞാനൊരു 30-35 മിനിറ്റിൽ തീർത്തിട്ട് ബാക്കി 20 മിനിറ്റ് കൊണ്ട് മെഡിറ്റേഷൻ നടത്തി 1 മണിക്കൂർ തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കുക. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾ ലേണിംഗ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മൈൻഡ്ഫുൾ ലേണിങ്ങിനെ കുറിച്ചും അതുപോലെ ലേണിംഗ് സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ തന്നെ വളരെയേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സൂസൻ എ ആംബ്രോസ്, ഇത് അവർ മാത്രമല്ല, അതൊരു 4-5 ആളുകൾ കൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അവർ ഡിഫൈൻ ചെയ്യുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ലോങ്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ്. വളരെ എന്താണ് ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രക്രിയ നമ്മളുടെ അനുഭവങ്ങളെ വെച്ച്, നമ്മളുടെ അനുഭവങ്ങളെ ഓരോ ദിവസവും അല്ലെ ഓരോ നിമിഷവും നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ച് നമ്മളുടെ ആ പൊട്ടൻസിയെ
ഇമ്പ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളുടെ ഭാവിയിലേക്കുള്ള നമ്മളുടെ അതിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നു അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്നു, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിൽ കൂടുതൽ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ് ഒരു ജോലിക്കുള്ള സാധ്യതയാകും. ഇതിപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്നു, അതുപോലെ തന്നെ ഈ പഠനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചർ പെർഫോമൻസിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജീവിത സന്ധാരണത്തിന് ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ആ ഒരു ശക്തിയായിട്ട് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ആ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഈ ഒരു പ്രക്രിയ നമുക്ക് ഓവറോൾ ലൈഫിൻ്റെ ഒരു അംബീഷൻ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ജീവിക്കാനുള്ള ഒരു വക കൂടി നമുക്ക് തരുന്ന ഒന്നായിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് വളരെ ഇപ്പം ഒരു വർഷത്തിലേറെയായി നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ച് അറിയാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ബീയിങ് അറ്റൻറ്റീവ് ആൻഡ് ടു ദി അവയർനെസ് ഓഫ് ലൈഫ് പ്രസന്റ്. ഈ നിമിഷത്തിൽ ഇവിടെ നമ്മളുടെ വൈകാരികവും നമ്മളുടെ വൈകാരികം അത് മാനസികമാണ്, നമ്മുടെ ശാരീരികമാണ്, നമുക്ക് ചുറ്റുമുള്ള ഈ 4 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ അവബോധം, നമുക്കുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസിനെയും നമ്മൾ അത് ആ രീതിയിൽ അറിയുക മാത്രം ചെയ്യുക. അതേസമയം മുൻവിധികളില്ലാതെ അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കാതെ നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ അടുത്തത് വാട്ട് ഈസ് മൈൻഡ്ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ, മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗെറ്റ് സെൻറ്റേഡ് ഇൻ ടു ദ പ്രസന്റ് എൻഗേജ്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരു കുട്ടി കൂടുതലായിട്ട് അറിയുന്നു. അവൻ വായിക്കുന്നത്, പഠിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അക്കാഡമിക് കണ്ടന്റ് ആയിരിക്കും. അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ പഠിക്കുന്ന അക്കാഡമിക് കണ്ടന്റിനെ കുറിച്ച് അവൻ കൂടുതലായിട്ട് അറിയുന്നു. ഈ പ്രസന്റ് മൊമെന്റിൽ അവൻ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മൈൻഡ്ഫുൾ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ അതേസമയം തന്നെ ഇറ്റ് റിഫ്ലക്ട് ഓൺ ദെയർ റിലേഷൻഷിപ്പ് ടു വാട്ട് ദേ ആർ ലേണിംഗ്. അത് ഒരു അറിയുന്നു, ഒരു അക്കാഡമിക് ആയിട്ടുള്ള അറിവിനെ അത് കൂടുതൽ ജീവിതത്തിലേക്ക് കൂടുതൽ എങ്ങനെ എന്താണ് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആകാൻ നമുക്ക് സാധിക്കും. കാരണം നമുക്കറിയാം, യുവജനങ്ങൾ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ ഉള്ളവർക്കൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അങ്ങനെയുള്ള കാരണം അവർക്ക് ഒട്ടനവധി മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ശാരീരികവും മാനസികവുമായ തലത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ പലർക്കും അവർക്ക് പഠനങ്ങളിൽ പാഠ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് പഠിക്കാൻ സാധിക്കണം, പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവരുടേത് വരണം. ആൻഡ് ഇൻ ദി പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് ദി മെറ്റീരിയൽ, പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരുടെ മാനസികവും ബൗദ്ധികവും വൈകാരികവുമായിട്ടുള്ള ആ ഒരു സന്തുലനം വന്നെങ്കിൽ മാത്രമേ ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ നമ്മളുടെ അത് വെറുതെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള അറിവ് സമ്പാദിക്കുക എന്നതിനേക്കാൾ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതിയെ ആണ് നമ്മൾ മൈൻഡ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദി ഗോൾ ഓഫ് ഫ്യൂച്ചർ ഓഫ് ട്രൂ എഡ്യൂക്കേഷൻ. ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതേക്കുറിച്ച് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു കൊട്ടേഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ടീച്ച് വൺ ടു തിങ്ക്. അതാണ്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ മനഃപ്പാഠമാക്കി അത് പഠിച്ച് അത് പരീക്ഷ എഴുതി അവിടെ റാങ്കുകൾ എന്തെങ്കിലും മേടിച്ച് ആകുന്നതല്ല. ജീവിതത്തിൽ ഒരു വൺ ടു തിങ്ക്, എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്റൻസീവ്ലി ടു തിങ്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇന്റലിജൻസ് പ്ലസ് ക്യാരക്ടർ, നമ്മളുടെ സ്വഭാവ രൂപവൽക്കരണത്തിനും വിദ്യാഭ്യാസം ഉപകാരപ്പെടണം. നമ്മൾ പഠിക്കുന്ന കാരണം നമ്മളുടെ ആ മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് മാത്രമല്ല, എത്തിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് വരണം. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് പ്രായോഗികമായി നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഭാവിയിലേക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് പ്രായോഗികമായിട്ടുള്ള അറിവ് തരുന്ന ഒന്നായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണേണ്ടത്.
അടുത്തത് ആരൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ലേണിംഗിന്റെ ഭാഗവാക്കുകളാകുന്നത്? ആർക്കൊക്കെയാണ് അതിന്റെ പങ്കാളിത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് പേരൻസിന് തന്നെയാണ്, മൈൻഡ്ഫുൾ പേരൻസിനാണ്. നമ്മൾ മൈൻഡ്ഫുൾ പേരൻസ് എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾ അല്ലാത്ത പേരൻസ് ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരുപക്ഷെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന പേരൻസിന്റെ മക്കള് എല്ലാ വിധത്തിലും മുന്നോട്ട് വരാൻ, അതായത് അവരുടെ മാനസികം, ബൗദ്ധികം, ശാരീരികം, വൈകാരികം ഇങ്ങനെയുള്ള ആ പുരോഗതിയിൽ അല്ലെങ്കിൽ അതിന്റെ ആ അഭിവൃദ്ധിയിൽ, അതിന്റെ വളർച്ചയിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പേരൻസ് തന്നെ മൈൻഡ്ഫുൾ ആയിരിക്കണം. ഇനി മൈൻഡ്ഫുൾ അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം സ്കൂള് മൈൻഡ്ഫുൾ ആയിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കണം. മൈൻഡ്ഫുൾ ക്ലാസ് റൂം ഉണ്ട്, മൈൻഡ്ഫുൾ സ്കൂൾ എന്ന് പറയുന്ന അങ്ങനെ ഇതിനെക്കുറിച്ച് ധാരാളം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം അറിയണം, ടീച്ചേഴ്സും പഠിപ്പിക്കുന്നവരാകണം. അതാ മൈൻഡ്ഫുൾ ആകണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക്, പേരൻസും ടീച്ചേഴ്സും മൈൻഡ്ഫുൾ അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഇത് അവരിൽ മാത്രം നടക്കേണ്ട ഒരു പ്രക്രിയ അല്ലാത്തതുകൊണ്ട്. ഈ രണ്ട് കൂട്ടര്, അതായത് പേരൻസും അധ്യാപകരും തമ്മിൽ മൈൻഡ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആ കുട്ടികളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ സമൂഹത്തിൽ, അവരുടെ പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ 3 ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇത്രയും 3 പേരുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ആണ് മൈൻഡ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗ ടു ലേൺ. ഇനി പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ മറ്റു തിയറി അധികം ഞാൻ പറയുന്നില്ല. ഇനി പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇത് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് ലേണിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ വേക്കപ്പ്. കുട്ടികളെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചതിന് ശേഷം അവരെ മൈൻഡ്ഫുൾ ആയിട്ടും, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല മൈൻഡ്ഫുൾ വേക്കപ്പ് എന്ന് പറയുന്നത്, മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കിത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും മൈൻഡ്ഫുൾ ഡേയെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, അതായത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഓടി ചാടി പോകാതെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദിവസം ചെയ്യേണ്ട ജോലികൾ അല്ലെങ്കിൽ കടമകൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുകയല്ല വേണ്ടത്. ഒരു കുട്ടി ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവനായിരിക്കുന്ന ബെഡിലോ ചെയറിലോ ഇരുന്നതിന് ശേഷം കുറച്ച് സമയം, 2, 3, 5 മിനിറ്റ് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ധ്യാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസം അങ്ങനെ അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അന്നേരം ഞാൻ കണ്ടു പലപ്പോഴും കുട്ടികളെയൊക്കെ അവർ ചിലപ്പം 7 മണി 8 മണി വരെയൊക്കെ കിടന്നുറങ്ങും. അതിനുശേഷം പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് കാപ്പി കൂട്ടത്ത് ഇങ്ങനെ എന്തെല്ലാം തിരക്കിലാണ് മാതാപിതാക്കള്, മക്കള് എല്ലാം സ്ട്രെസ്ഫുൾ ആയിട്ടാണ് സ്കൂൾ ബസ് വരുമ്പോഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു അവരെ ഒന്നാമത് പലപ്പോഴും കേരളത്തിന്റെ എല്ലാ വീടുകളെ കുറിച്ച് എനിക്കറിയത്തില്ല. 8 മണിക്കെങ്കിലും, ഇവിടെയൊക്കെ ആണെങ്കിൽ 8 മണിക്ക് കിടക്കും. എല്ലാ സ്കൂൾ വിദ്യാർത്ഥിനികളും 8 മണിയാകുമ്പോഴേ കിടക്കണമെന്ന് മാതാപിതാക്കൾ നിർബന്ധിക്കും. കിടന്നതിന് ശേഷം പിന്നെ അവർ ഏകദേശം 5:30 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. കാരണം 7:30 8 മണി, ഇവിടെ 8 മണിക്കാണ് രാവിലെ സ്കൂൾ തുടങ്ങുന്നത്. ഓക്കെ, ദെൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക. ആ ദിവസം ക്ലോസ് യുവർ ഐസ്, അതായത് ഒരു 5 മിനിറ്റ് നേരം കണ്ണൊക്കെ അടച്ച് വളരെ അവരുടെ ശരീരത്തിന്റെ ആ സെൻസേഷൻസിനെയൊക്കെ അറിഞ്ഞ് അതിനുശേഷം അവരുടെ അല്ലെങ്കിൽ ദിവസത്തെ ദിനചര്യകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുക. അടുത്തത് ടേക്ക് ഫ്യൂ ലോങ് ഡീപ്പ് നറീഷിംഗ് ബ്രത്ത്സ്. ഡീപ്പ് ബ്രത്ത് ചെയ്യാം. ഈ 5 മിനിറ്റ് കൊണ്ട് അത് കൂടുതൽ ചെയ്യാം, 5 10 മിനിറ്റ് ചെയ്യാം. ബ്രീത്തിങ് ഇൻ ത്രൂ യുവർ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. അതായത് ഇങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ബ്രീത്ത് ഇൻ നമ്മുടെ നോസ് വഴി ശ്വാസോച്ഛ്വാസം നടത്തുന്നതിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ദെൻ ലെറ്റ് യുവർ ബ്രീത്ത് സെറ്റിൽ ഇൻ ടു ഇറ്റ്സ് ഓൺ റിതം. വളരെ ശാന്തമാകാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് അവര് അതിനുശേഷം ഒരു ചെറിയൊരു മെഡിറ്റേഷൻ, ഒരു മിനി മെഡിറ്റേഷൻ 5 10 മിനിറ്റ് നടത്തുന്നത് അവരുടെ പഠനത്തിന്, അവരുടെ ജീവിതചര്യകൾക്ക്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ആ ആക്ടിവിറ്റീസിനെ വളരെയേറെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. Then ask yourself, what is my intention for today? ഇത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഒരു ഇന്റൻഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന് എന്താണ് ചെയ്യാനുള്ളത്, ഇന്നത്തെ ചെയ്യാനുള്ള ജോലികളെ കുറിച്ചുള്ള ഒന്നല്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്റൻഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
അതിന്റെ ന്യൂറോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. വാട്ട് ക്വാളിറ്റി ഓഫ് മൈൻഡ് ഡു യു വാണ്ട് ടു സ്ട്രെങ്തൻ ആൻഡ് ഡെവലപ്പ്? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതേക്കുറിച്ചുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചിന്തയല്ല, ശാന്തമായിട്ട് ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ പഠിതാക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരിത് അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. ക്വാളിറ്റി ഓഫ് മൈൻഡ് എന്താണ് നമുക്ക് വേണ്ടതെന്ന്. ഹൗ മൈറ്റ് ഐ ഫീൽ മോർ കണക്റ്റഡ് ആൻഡ് ഫുൾഫിൽഡ്? നമ്മളുടെ ജീവിതത്തെ കൂടുതൽ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുക. സെറ്റ് യുവർ ഇന്റൻഷൻ ഫോർ ദ ഡേ. ഫോർ എക്സാമ്പിൾ, ടുഡേ ഐ വിൽ ബി കൈൻഡ് ടു മൈസെൽഫ്. അവർക്ക് ചെയ്യാവുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റൻഷനിൽ ഒന്നാണ് ബി പേഷ്യന്റ് വിത്ത് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരോട് കൂടുതൽ ക്ഷമാശീലത്തോടു കൂടി പെരുമാറും. ഗീവ് ജനറസ്ലി. സ്റ്റേ ഗ്രൗണ്ടഡ് ഫോർ ദി പ്രസന്റ് മൊമെന്റ്. പ്രിസർവ് ആൻഡ് ദെൻ ഹാവ് ഫൺ. ഈറ്റ് വെൽ. സോ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ഇന്റൻഷൻ, നല്ല ഇന്റൻഷൻ അവരിൽ വളർത്താൻ വേണ്ടിയിട്ട് അത് നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. മൈൻഡ്ഫുൾ ലേണിംഗിന്റെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ്. ത്രൂ ഔട്ട് ദ ഡേ ചെക്ക് വിത്ത് യുവർ സെൽഫ്. അതായത് അങ്ങനെ മൈൻഡ്ഫുൾനെസ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ, വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അവന്റെ സ്കൂളിലുള്ള അവന്റെ ആക്ടിവിറ്റീസിൽ എല്ലായിടത്തും അവനെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവനവനെ കുറിച്ച് തന്നെ അവബോധം വളർത്തിയെടുക്കുന്നതിന് സാധിക്കും. ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓരോ പീരീഡ് കഴിഞ്ഞിട്ടുള്ള ആ ബ്രേക്ക് അല്ല, ഒരു മൈൻഡ്ഫുൾ ബ്രേക്ക് എടുക്കുക. ടേക്ക് എ ബ്രത്ത് ആൻഡ് റീവിസിറ്റ് അവർ ഇന്റൻഷൻ. അതൊന്ന് കുറച്ചുകൂടി ഒന്ന് അഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല അഫർമേഷൻസിന് വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കാം. ഇതിന്റെ ന്യൂറോ ബയോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഡേ വിത്ത് ദ പർപ്പസ് ക്യാൻ ആക്ടിവേറ്റ് ഫ്രീ ഫ്രോണ്ടൽ. അതായത് നമ്മളുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് പിന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഡേ വിത്ത് എ ഗുഡ് ഇന്റൻഷൻ അത് ചെയ്യും. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല തീരുമാനം പോസിറ്റീവായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ പ്രതിധ്വനിക്കും എന്നുള്ളതാണ്. അതേസമയം അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് നമ്മളുടെ ലോവർ ബ്രെയിനിനെ, നമ്മുടെ ലിംബിക് ബ്രെയിനിനെ ഒന്നുകിൽ അത് എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് ഡിസ്കണക്ട് ചെയ്തു പോകുന്നു. അൺകോൺഷ്യസ് ഇമ്പൾസസിലേക്ക് നമ്മൾ വരുന്നു. ദാറ്റ് മീൻസ് ഇതാണ് നമ്മളുടെ എടുക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ നല്ല ഗുഡ് ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് കൂടുതൽ ആക്റ്റീവ് ആകുന്നു. അത് ആ ദിവസത്തോളം നിലനിൽക്കും. ആ ഒരു ദിവസമെങ്കിലും അത് തീർച്ചയായിട്ടും നിലനിൽക്കും. അടുത്തത്, ചാർജ് മോസ്റ്റ് ഓഫ് അവർ ഡിസിഷൻ മേക്കിംഗ് ബിഹേവിയേഴ്സ്. ഇങ്ങനെ ഒരു ഗുഡ് ഇന്റൻഷനോട് കൂടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ചാർജ് ചെയ്യുന്ന പോലെയാണ്. അല്ലെങ്കിൽ അത് നമ്മളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക്, അതിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിൻ തന്നെ നമ്മളെ സഹായിക്കും. ഒരു നല്ല ഇന്റൻഷൻ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഫൈനലി അതുകൊണ്ടുള്ള ഗുണങ്ങള് മോട്ടിവേഷൻസ് ലൈക്ക് റിവാർഡ്, ദെൻ കണക്ഷൻ, പർപ്പസ് ആൻഡ് ദെൻ സെൽഫ് ഐഡന്റിറ്റി ആൻഡ് കോർ വാല്യൂസ്. ഇത് എപ്പോഴും നമ്മളിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹിപ്പോതലാമസിലേക്ക് ഇത് പോകും. അവിടെയാണ് നമുക്ക് കൂടുതൽ റിവാർഡ് വരുന്നത്, മോട്ടിവേഷൻസ് ഉണ്ടാകും. അത് നമ്മളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതുകൊണ്ടൊരു ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ഗുണമുണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട്. ദെൻ ക്രിയേറ്റ്സ് ക്യൂരിയോസിറ്റി. നമ്മളുടെ പഠനത്തിന്റെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഏതെങ്കിലും എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും താല്പര്യം ഉണ്ടാകണമെന്നില്ല. ചിലർ മാത്തമാറ്റിക്സിലായിരിക്കും, ചിലർക്ക് ഹിസ്റ്ററിയിലായിരിക്കും, അല്ലെങ്കിൽ ജിയോഗ്രഫിയിലായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. പക്ഷെ ഓരോന്നിലും ഒരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകം ഉണർത്തുന്ന രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കണം. അത് മൈൻഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യൂരിയോസിറ്റി വരും. അതായത് പരീക്ഷയ്ക്ക് പഠിച്ചു പാസ്സാകുക എന്നതിനേക്കാൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ മാത്തമാറ്റിക്സ് ആകട്ടെ അത് ക്യൂരിയോസിറ്റിയോടുകൂടി പഠിക്കാൻ പറ്റും. ഹിസ്റ്ററി പഠിക്കാം, സയൻസ്, കെമിസ്ട്രി പഠിക്കാം, കെമിസ്ട്രി, ഫിസിക്സ്, ഇതൊക്കെ പഠിക്കുമ്പോഴും ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്രോച്ച് ലേണിംഗ് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു എക്സ്പ്ലോർ. കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാകുന്നതിന് വേണ്ടി. ക്രിയേറ്റ് ആൻഡ് ഇന്ററാക്ട് വിത്ത് കണ്ടന്റ്. അതിന്റെ കണ്ടന്റ് അത് ആസ്വദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ചിലർക്ക് മാത്സ് മാത്രം അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ അതിനകത്ത് താല്പര്യമുള്ളവർ അതിലിങ്ങനെ എക്സലന്റ് ആയിട്ട് അങ്ങനെ പോകാൻ നോക്കും.
അപ്പോൾ അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്നു, ഹിന്ദി അല്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഷാപരമായിട്ടുള്ള ആ വാക്കുകൾ പഠിക്കുക. അതിനകത്തൊക്കെയുള്ള എന്താണ് ക്യൂരിയോസിറ്റി, അതുപോലെ എൻജോയ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുക. അതും മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇൻക്രീസ്ഡ് അറ്റൻഷൻ, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കുന്നതിൻ്റെ മറ്റൊന്നാണ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ അറ്റൻഷൻ വേണം. എ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഈസ് എ കോർ. നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ, ശ്രദ്ധയോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എ മൈൻഡ് വാണ്ടറിങ് മൈൻഡ് ഈസ് ആൻ അൺഹാപ്പി മൈൻഡ് എന്ന് പറയുന്നില്ലേ. അപ്പം ദാറ്റ് മീൻസ് കൂടുതൽ ശ്രദ്ധ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മാനസികമായിട്ടുള്ള ചിന്ത എന്താണ്, വൈകാരികമായിട്ടുള്ള ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പഠിക്കാൻ, അങ്ങനെ അതിനെ അറിയുന്ന ആളുകൾക്ക് കൂടുതൽ അവരുടെ പാഠ്യ പദ്ധതികളിൽ അല്ലെങ്കിൽ പഠനങ്ങളിൽ അവർക്ക് പഠിക്കാനുള്ളതിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റും. when the mind wanders trying to bring attention back to the content, ആ പഠിക്കുന്നു, അതാണ് പഠിക്കാൻ ശ്രദ്ധയില്ല എന്ന് നമ്മൾ പറയുന്നില്ലേ. പഠിക്കാൻ ശ്രദ്ധിക്കാതെ ആളുകൾക്ക് സാധിക്കാതെ വരുന്നതിന്റെ കാരണം മറ്റു ചിന്തകൾ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശരീര ഹോർമോണൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോഴേക്കും അത് ഡിസ്റ്റർബ് ചെയ്യും. അത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ അറ്റൻഷനോട് കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. then content, then conversation, activity and swept away thoughts and emotions and sensations. ഇതൊന്നും ഇതിനാൽ എന്താണ് നമ്മളെ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ബിഫ്രണ്ട് വിത്ത് യുവർ ലേണിംഗ്, നമ്മുടെ ആ ലേണിങ്ങിനെ നമ്മൾ ബിഫ്രണ്ട് ചെയ്യുക കൂടുതൽ. അത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പഠനം പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ലേണിംഗ് ഈസ് നോട്ട് എ ബാറ്റിൽ. പലരെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. അതിൽ സ്കൂള് അല്ലെങ്കിൽ വീട്, പഠിക്കാനിരിക്കുന്ന അതെല്ലാം ഒരു ബാറ്റിൽ ഫീൽഡ് പോലെയാണ് എടുക്കുന്നത്. സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തവരുണ്ടാകും, അങ്ങനെയൊക്കെയുള്ളത്. പക്ഷെ ഇറ്റ്സ് എ ജസ്റ്റ് അവരെ എൻജോയ് ചെയ്യാൻ പഠിപ്പിക്കുക. എൻജോയ് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ മൊമെന്റ് ടു മൊമെന്റിലേക്ക് വരാനുള്ള ആ ഒരു സന്നദ്ധത അല്ലെങ്കിൽ ആ ഒരു കഴിവ് കുട്ടികൾക്കുണ്ടാകണം. ലേണിംഗ് ഈസ് ലൈക്ക് എ ഡാൻസ്. എ ഡാൻസർ എൻഗേജസ് വിത്ത് മ്യൂസിക്. അങ്ങനെയാണ് നമ്മളുടെ ഇത് ഉള്ളത്. അതായത് നമ്മളൊരു ബാറ്റിൽ ഫീൽഡ് ആകാതിരിക്കുക, എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുക. അത് ഒരു മ്യൂസിക്കിനൊത്ത് ഡാൻസ് ചെയ്യുന്നതാണ്. എ ബാൾ റൂം ഡാൻസ് ഈസ് ആൻ ആക്ട് ഓഫ് കോപ്പറേഷൻ. ആ മ്യൂസിക് കേൾക്കുക, അതുപോലെ തന്നെ അവിടെ എന്താണ് നമ്മൾ നൃത്തം ചെയ്യുന്നു, ആ ചുവടുകളും ആ മ്യൂസിക്കും തമ്മിലുള്ള ഒരു സിങ്ക്രണൈസേഷൻ വരണം. ഇറ്റ്സ് നോട്ട് എ ഫൈറ്റിംഗ്. അതായത് പഠനം എന്ന് പറയുന്നത് ഒരു ഫൈറ്റിംഗ് ആകരുത്, ബാറ്റിൽ ഫീൽഡ് ആകരുത്. അത് ആർക്കെങ്കിലും എന്തെങ്കിലും വേണ്ടി ചെയ്യുന്നതാകരുത്. ലേണിംഗ് നമ്മളൊരു അതിനകത്ത് സന്തോഷം, അതുപോലെ തന്നെ സന്തോഷത്തോടൊപ്പം ഫണ്ണ്, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലാക്കാൻ കുട്ടികൾക്ക് സഹായിക്കുന്ന രീതിയിൽ ആയിരിക്കണം. ഓക്കെ, ഇൻട്രിൻസിക് ജോയ് വേഴ്സസ് എക്സ്ട്രിൻസിക് റിവാർഡ്. അതായത് മക്കൾക്ക് ഒരിക്കലും എന്താണ് എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിവാർഡ്, നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഞാൻ സൈക്കിൾ മേടിച്ചു തരാം, അല്ലെങ്കിൽ നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ നിന്നെ ഞാൻ എവിടെയെങ്കിലും ഊട്ടിക്ക് ടൂറിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരാം, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഐഫോൺ ആയിരിക്കും കൊടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളതാകാതെ ആ പഠനത്തിൽ ആ ഇൻട്രിൻസിക് ജോയ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. ആ പ്രോത്സാഹനത്തിന്റെ അതിലേക്ക് കൂടുതൽ ഇത് പകരുന്നത്, അതിലേക്ക് കൂടുതൽ ഇന്ധനം പകരുന്നത് എന്തായിരിക്കും? നമ്മുടെ മൈൻഡ്ഫുൾനെസ് ആയിരിക്കും. കാരണം അവർക്ക് കൂടുതൽ അവെയർ ആകാൻ സാധിക്കും. ഡു നോട്ട് മോട്ടിവേറ്റ് ദ ചിൽഡ്രൻ വിത്ത് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ബട്ട് വിത്ത് ദ ജോയ് ഓഫ് ലേണിംഗ്. ആ പഠനത്തിന്റെ സന്തോഷം ഉണ്ടാകണം. അല്ലെങ്കിൽ പഠിച്ച് നീ വലുതായി, അല്ലെങ്കിൽ IAS ആയി, IFS ആയി, അല്ലെങ്കിൽ പിന്നെന്താണ് മറ്റെന്തെങ്കിലും ഒക്കെയുള്ള വലിയ വലിയ ഡോക്ടറായി, എഞ്ചിനീയറായി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ സന്തോഷം അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പഠനത്തിന് സഹായിക്കണം. ടേക്ക് ബ്രേക്സ്. പലപ്പോഴും മാക്സിമം ഒരു 40 മിനിറ്റ്സ് ഒരു സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള അത് ബ്രേക്ക് ആകും. അത് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും. അത് നമ്മൾ മനസ്സിലാക്കണം. നീ പഠിച്ചില്ല എന്നുള്ളതല്ല. പല കുട്ടികൾക്കും പഠനം അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവരെ ബക്കറ്റിനകത്ത് വെള്ളമൊക്കെ വെച്ച് അതിനകത്ത് കാലൊക്കെ വെച്ച്, അങ്ങനെയല്ല, ഉറങ്ങാൻ അവർക്ക് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്പം ഉറങ്ങുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഏതെങ്കിലും ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. അത് 40 മിനിറ്റ് കൂടുതൽ ഒരു സെഷൻ ഒരു പ്രാവശ്യം ഇരുന്ന് പഠിക്കാൻ ചെയ്യാതിരിക്കുക. അതുപോലെ ഇഫ് നെസസറി നമുക്ക് എന്തെങ്കിലും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സെറ്റ് എ ടൈമർ, അങ്ങനെ വെച്ചിട്ട് അത് ആ ടൈമർ ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് നമ്മുടെ പഠനത്തിന്റെ ആ സമയം എടുക്കാം. ദെൻ അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. മിക്സ് ഇറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് പഠിച്ച കാര്യങ്ങൾ ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. റിസർച്ചേഴ്സ് ഹാവ് ഫൗണ്ട് ദാറ്റ് ദി പ്രാക്ടീസ് ഓഫ് ഇന്റർലീവിങ്, അതായത് ഈ പഠനത്തിലുള്ള ആ വിഷയങ്ങൾ തമ്മിൽ അത് കുറച്ച് ഇപ്പം ആദ്യത്തെ 40 മിനിറ്റ് മാത്സ് പഠിച്ചു, അതിനുശേഷം ഒരുപക്ഷെ താല്പര്യമില്ലാത്ത ഒരു അത്ര പ്രാഗൽഭ്യം കാണിക്കാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെയുള്ളവർക്ക് ഭാഷാപരമായ പഠനം അത് കാണില്ല, താല്പര്യം കാണില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദിയോ മറ്റേതെങ്കിലും ഭാഷകൾ പഠിക്കാൻ നോക്കുക. അങ്ങനെ പഠിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് റീകോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ നമുക്ക് അത് കൂടുതൽ ഉപകരിക്കുമെന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ ഒരു വിഷയം പഠിച്ചു, അതിനുശേഷം അടുത്ത വിഷയം പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ വീണ്ടും പഠിക്കാൻ അവരെ സഹായിക്കുക. ചേഞ്ചിങ് ദ ലൊക്കേഷൻ, ഒരേ മുറിയിൽ അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാതെ അവർക്ക് വേണമെങ്കിൽ കുറച്ച് സമയം വീട്ടിലിരുന്ന് പഠിച്ചു, അതിനുശേഷം വേണമെങ്കിൽ പുറത്തിറങ്ങാം, അല്ലെങ്കിൽ ഗാർഡനിൽ പോയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് അവർക്ക് വേറൊരു റൂമിൽ പോയി വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നത് മൈൻഡ്ഫുൾ ലേണിംഗിന്റെ അല്ലെങ്കിൽ ലേണിംഗിന് നല്ലതാണ്. ദെൻ റീലേണിംഗ് യുവർ സ്ട്രെങ്ത് ആൻഡ് ന്യൂർ, അതായത് റീലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അത് നമുക്കറിയാം, അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇമ്പോസിഷൻ ഒക്കെ എഴുതി നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താണ് ബ്രെയിനിൽ ന്യൂറൽ പാത്വേസിലേക്ക് അത് ഡീപ്പായിട്ട് പോകുന്നു. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് മൈൻഡ്ഫുൾ ബ്രേക്സ് എന്ന് പറയും. അതായത് പഠനം അനുസരിച്ച്, ശാസ്ത്രീയമായ പഠനങ്ങൾ അനുസരിച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ വേണമെങ്കിൽ ഒരു മൈൻഡ്ഫുൾ ബ്രേക്സ് കൊടുക്കുക. ആ സമയത്ത് 5 മിനിറ്റ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് തിരിക്കുക. മാതാപിതാക്കൾക്ക് പറ്റുമെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ശനി ഞായറുകളൊക്കെ ഫ്രീ ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റഡി ലീവിന്റെ സമയത്തൊക്കെ മാതാപിതാക്കളും അവരോടൊപ്പം കുറച്ചൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ മസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ളത് ഈ ഇങ്ങനെയുള്ള ബ്രേക്സ് കൊടുക്കുന്നത് കൊണ്ട് ആ പെർഫോമൻസ് റിലേറ്റഡ് ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് പരീക്ഷയുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് ക്രിയേറ്റിവിറ്റി, മൈൻഡ്ഫുൾ ബ്രീത്തിങ്, പോസ് ആൻഡ് ദെൻ ഇമോഷണൽ റെഗുലേഷൻ ക്യാൻ ലോവർ എന്താണ് സ്ട്രെസ് റെസ്പോൺസ് ആൻഡ് ഹെൽപ്പ് ബ്രോഡൻ ദി മൈൻഡ് ടു തിങ്ക് മോർ ക്രിയേറ്റീവ്ലി ആൻഡ് ക്രിട്ടിക്കലി. അതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രത്യേകത. അത് ബ്രീത്തിങ് എക്സസൈസ് ആകാം, അല്ലെങ്കിൽ ബ്രേക്ക് ആകാം, മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ ബോഡി അവയർനെസ് ആകാം, ബോഡി സ്കാൻ ആകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ കുറച്ച് നല്ല ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ബ്രേക്ക് കൊടുക്കുന്നത് മൈൻഡ്ഫുൾ ലേണിങ്ങിന് വളരെ സഹായിക്കും. ഇത് പരീക്ഷയ്ക്കും അതിന്റെ ഔട്ട്പുട്ട് പഠിച്ചതിനെ ശാന്തമായിട്ട് അവർക്ക് പരീക്ഷയിൽ എഴുതാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാനേജിങ് ഇമോഷൻസ്, അനദർ തിങ് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കുന്നതിന്റെയാണ്. നോട്ടീസ് വാട്ട് ഇമോഷൻസ് മേ റൈസ് ഇൻ ലേണിംഗ്. എന്താണ് ഫ്രസ്ട്രേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ബോറിംഗ് ഉണ്ടാകുന്നുണ്ടോ പഠിക്കുന്നതിനകത്ത്, ഡിഫിക്കൽട്ട് കണ്ടന്റ്, ചിലപ്പം കെമിസ്ട്രിയുടെ ഏതെങ്കിലും ഫിസിക്സിന്റെ ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടന്റിന്റെ ഡിഫിക്കൽറ്റി ആണോ, എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. ചിലപ്പം എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആ ക്യൂരിയോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഫൺ ഉണ്ടാകുന്നുണ്ടോ, ലേണിംഗ് സംതിങ് ന്യൂ ഏതെങ്കിലും, അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ടോ. ഇങ്ങനെയുള്ളതിനെയൊക്കെ അവർക്ക് ഇതുപോലെയുള്ള ഇമോഷൻസിനെ നോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്ലസ് മൈൻഡ്ഫുൾ ലേണിംഗ് സഹായിക്കും. ദെൻ സ്പെൻഡിങ് ടൈം സോഷ്യലൈസിങ് വിത്ത് അതർ. നമുക്ക് ഒരുപക്ഷെ സോഷ്യലൈസ്, അടുത്തുള്ള കുട്ടികളുടെ അടുത്ത് പോയി അല്പനേരം അയൽവക്കത്തുള്ള ഒരു വർത്താനം പറയുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ വർത്താനം പറയുക, അല്ലെങ്കിൽ അല്പനേരം കുറച്ച് സമയമൊക്കെ എന്താണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ടൈമിൽ അവർക്ക് TV കാണുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഫണ്ണൊക്കെ ചെയ്യുന്നതിന് സാധിക്കുക. ദെൻ ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്. അടുത്തത് ആവശ്യമുള്ളിടത്തോളം ഉറക്കം അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ഉറക്കളച്ച് അവരെ പഠിപ്പിക്കരുത്. ഉറക്കം അവർക്ക് അവരുടെ ബോഡി എപ്പോഴും ആവശ്യപ്പെടുന്നു അതിനനുസരിച്ചുള്ള അത് കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും അവർക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഗെറ്റിംഗ് റെഗുലർ ഫിസിക്കൽ എക്സസൈസ് ഒരിക്കലും ഇല്ലാതെ നീണ്ട നേരം ഇരുന്ന് രാത്രിയും പകലും ഇരുന്ന് പഠിക്കാൻ അവരെ നിർബന്ധിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇനി കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയ്ക്കോ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ, ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റും, ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദം. വിച്ച് ഈസ് ലിങ്ക്ഡ് ഇംപ്രൂവ്മെന്റ്സ് ഓഫ് മെമ്മറി ആൻഡ് ബ്രെയിൻ ഹെൽത്തിന്, അവരുടെ മെമ്മറിക്കും എന്താണ് ഇതുപോലെയുള്ള ഫിസിക്കൽ എക്സസൈസ് തീർച്ചയായിട്ടും സഹായിക്കും. സ്പെൻഡിങ് ടൈം സോഷ്യലൈസ്, ഓക്കെ ഇത് ഞാൻ എടുത്തെന്ന് തോന്നുന്നു, സോഷ്യലൈസിങ് ആൻഡ് ഓക്കെ.
ദെൻ യൂസിങ് എലാബറേറ്റീവ് റിഹേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് അവർ റിഹേഴ്സൽ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ സംതിങ് ന്യൂ, സ്പെൻഡ് എ ഫ്യൂ മൊമെന്റ്സ് ഓഫ് ഡിസ്ക്രൈബിങ് ടു യുവർ സെൽഫ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അതായത് അതിനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കുക, അവരുടെ തന്നെ രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഒരുപക്ഷെ ഒരു പഠിച്ച പാഠം അവർ റിപ്പീറ്റ് ചെയ്യുന്നതിന്, റിഹേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി വേണമെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി എന്ന് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഒരു അഭിനയം ആ രീതിയിൽ വന്നിട്ട് അവർക്ക് കൂടുതൽ ആഴത്തിൽ അവരിൽ പഠിക്കും. ദെൻ യൂസിങ് വിഷ്വൽ എയ്ഡ്സ്, അതായത് കൂടുതൽ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സോ ഗ്രാഫ്സോ അത് ചാർട്ട്സ് ഇങ്ങനെയുള്ളതിന് ഉപയോഗിക്കുന്നതിന് പഠനത്തിൽ അവർക്ക് അതുപോലെ, ചിലർക്ക് വളരെ ക്രിയേറ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. റീഡിങ് ഇൻഫർമേഷൻ യു ആർ സ്റ്റഡിങ് ലൗഡ്, ചിലപ്പോൾ ഒരു പക്ഷേ അത് ഉറക്കെ പറഞ്ഞു പഠിക്കുന്നതും അവർക്ക് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ് ആണ്. പ്രൊമോട്ട്സ് കൺട്രോൾ ദി ഇന്റേണൽ സിസ്റ്റം ആൻഡ് റെഗുലേറ്റ്സ് ദി കോഗ്നിറ്റീവ് പ്രോസസ്. മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഇന്റേണൽ സിസ്റ്റത്തെ, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആ പ്രോസസ്സിനെ തീർച്ചയായിട്ടും മൈൻഡ്ഫുൾ ലേണിംഗ് സഹായിക്കും. ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദെൻ സ്ട്രെങ്തൻസ് ദി പാർട്സ് ഓഫ് ദ ബ്രെയിൻ, അതായത് നമ്മളുടെ ബ്രെയിനിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിന് സാധിക്കും. കോറിലേറ്റഡ് വിത്ത് ഇമോഷണൽ റെഗുലേഷൻ സച്ച് ആസ് ദി പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, വൈൽ ഡൗൺ റെഗുലേറ്റിംഗ് ദി പാർട്സ് ഓഫ് ദി, അതായത് നമ്മളുടെ അമിഗ്ഡാലയിലുള്ള നമുക്ക് പഠനം എന്ന് പറയുന്നത് ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആകരുത്, അല്ലെങ്കിൽ അത് അങ്ങനെ ആ രീതിയിലല്ല വരേണ്ടത്. കുറെ കൂടി ശാന്തമായിട്ട് പഠിക്കാൻ അവരെ സഹായിക്കുക, മാതാപിതാക്കൾ സഹായിക്കുക, അത് അധ്യാപകർ സഹായിക്കുക. അല്ലാതെ ഏറ്റവും നല്ല ബെസ്റ്റ് മാർക്ക് മേടിക്കുക, അല്ലെങ്കിൽ അവർക്ക് മറ്റതുപോലെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള പ്രോമിസുകൾ, സമ്മാനങ്ങൾ, റിവാർഡുകൾ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ആ പ്രത്യേകിച്ച് പഠനകാലത്ത് പരീക്ഷയൊക്കെ എടുക്കുമ്പോഴേക്കും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ഇമോഷണൽ ബാലൻസിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. അടുത്തത്, എ മേജർ ആസ്പെക്ട് ഓഫ് മൈൻഡ്ഫുൾ ലേണിംഗ് ഈസ് തെറപ്പോയിറ്റിക് ബെനിഫിറ്റ്സ് ഓഫ് മെറ്റാകോഗ്നിഷൻ. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കൂടുതലായിട്ടും അറിയാനും പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും സാധിക്കും. ദെൻ കപ്പാസിറ്റി ടു വിറ്റ്നസ് തോട്ട്സ്, ഇമോഷൻസ് വിത്തൗട്ട് ഗെറ്റിംഗ് ഫ്ലഡഡ് ബൈ ദം. അല്ലെങ്കിൽ ആങ്സൈറ്റി വരുമ്പോഴേക്കും ഒരിക്കലും പഠിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മൾ വിട്ടുപോകുന്നു, ആ ഒരു ഫ്യൂച്ചർ അതിലെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആങ്സൈറ്റി വരുന്നത്. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കില്ല, അതുപോലെ തന്നെ മറന്നു പോകാനും എളുപ്പമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പഠിക്കുന്നതിനുള്ള അന്തരീക്ഷം സാധിക്കണം. ഇത് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. അവര് കൂടുതൽ ആങ്സൈറ്റി ഇല്ലാതെ, അതുപോലെ തന്നെ മറ്റ് അനാവശ്യമായ ചിന്തകളില്ലാതെ അവർക്ക് പഠിക്കാൻ സാധിക്കും. ദെൻ കൂടുതൽ നമ്മുടെ അറ്റൻഷനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ട് അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കും. അടുത്തത് റെസീലിയൻസ് ആണ്. കൂടുതൽ ശാന്തമായിട്ട്, കൂടുതൽ പ്രശാന്തതയോടുകൂടി അവർക്ക് പഠിക്കാൻ സാധിക്കും. അറ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ഓർത്തിരിക്കാൻ സാധിക്കും. ആ റെസീലിയൻസ് ആയിട്ടുള്ള ആ ഒരു ആസ്പെക്ട്, അല്ലെങ്കിൽ ആ ഒരു മൂഡിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കാം. സാറേ, ഒരു ഡൗട്ട് ഒന്ന് ചോദിക്കട്ടെ? കേൾക്കാമല്ലോ സാറേ? കേൾക്കാം, ചോദിച്ചോളൂ പ്ലീസ്. പിന്നെ സാറൊക്കെ പറഞ്ഞു, നമ്മുടെ ഈ കുട്ടികളെ പഠിക്കാനായിട്ടുള്ള ഒരു ഉത്സാഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർക്ക് ചില വാഗ്ദാനങ്ങൾ, നിന്നെ ടൂറിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഐഫോൺ തരാം എന്ന്, അങ്ങനെ ഒരു പോയിന്റ് സാർ പറഞ്ഞു. അതല്ല ശരി. പിന്നെ പകരം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവരെ പ്രോത്സാഹനത്തിന് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്ന ഒരു ഉദാഹരണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? അതെനിക്ക് സാർ പറഞ്ഞു എന്ന് എനിക്ക് സംശയം തോന്നുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അതായത് കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു വിഷയം, നമുക്ക് കെമിസ്ട്രി തന്നെ പഠിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ആ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാണ്, നമുക്ക് അറിയത്തില്ലാത്തതായിരിക്കാം, ആ കെമിസ്ട്രിയിലുള്ള ആ പുതിയ പുതിയ അറിവുകൾ, അത് അവർക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സാധാരണ അനുദിന ജീവിതത്തിൽ അവർക്ക് അതെങ്ങനെ
ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ച്, അത് കൂടുതൽ ആയിട്ട് അതിന്റെ ആ ഇൻട്രിൻസിക് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഫിസിക്സിലായിരിക്കാം അല്ലെങ്കിൽ മാത്സിലാകാം, ഇത് അല്ലെങ്കിൽ നമ്മൾ ഹിന്ദി പഠിക്കുമ്പോൾ ആ വാക്കുകൾ ഒരുപക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ മാത്രം ഒരു കടമയായിട്ട് എടുക്കാതെ മക്കളിൽ അവരിൽ ഇപ്പൊ ഹിന്ദി ഒരു വാക്ക് പഠിക്കുന്നു, ആ പുതിയ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സെന്റൻസ് എഴുതാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മലയാളമാകാം, ലാംഗ്വേജ് ആകാം, എന്തെങ്കിലും എങ്കിലും അത് കൂടുതൽ നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്രദമായിട്ട് അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുക, ഏതൊരു അറിവും നമുക്കത് ഉപകാരപ്രദമാകുന്നതെന്നും അതിൽ കൂടുതൽ എങ്ങനെ എൻജോയ്മെന്റ് കാണാൻ സാധിക്കുമെന്നും അവരോട് പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാതാപിതാക്കളും ഇൻവോൾവ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് താല്പര്യം ഉണ്ടാകും. അതാണ് ഇൻട്രൻസിക് ആയിട്ടുള്ള, അത് എൻജോയ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണമായിട്ട് ഹിന്ദി പഠിച്ചെന്ന് വിചാരിക്കുക, നീ ശാസ്ത്രവും അതിതൊന്നും വേണ്ട, ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകൾ കൊണ്ടുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോഗം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുക, 4-5 വാക്കുകൾ പഠിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ അന്ന് പഠിച്ച വാക്കുകൾ പറയുക. അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ അവരും ആ വാക്കുകൾ ആ വൊക്കാബുലറി കൂട്ടുന്നത് കൊണ്ടുള്ള ആ സന്തോഷം അവർക്കുണ്ടാകും. അപ്പൊ മെറ്റീരിയൽ ആയിട്ടുള്ളതിനേക്കാൾ നമുക്ക് അനുഭവം, ഏത് വിഷയം പഠിച്ചാലും കൂടുതലായിട്ടുള്ള അനുഭവം അത് എൻജോയ് ചെയ്യുന്നതിനകത്ത് അവരെ സഹായിക്കുക അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് മാതാപിതാക്കൾ എൻജോയ് ചെയ്യുക. നീ ഇന്ന് എന്താണ് പുതുതായിട്ട് പഠിച്ചത്, ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചാകാം. അപ്പൊ അവരത് അവരോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് പഠിച്ചതിനെ കുറിച്ചാകാം, ഭാഷയോ ശാസ്ത്രമോ എന്തെങ്കിലും ആട്ടെ. ഇങ്ങനെ ഈ രീതിയിലായിരിക്കും അവർക്ക് കൂടുതൽ അത് പ്രോത്സാഹനം കൊടുക്കാൻ സാധിക്കുന്നത്, അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അത് എങ്ങനെ ജീവിതത്തിലേക്ക് ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളതും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൂടുതൽ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കും. അവർക്കത് കൂടുതൽ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് സാധിക്കും. അതുകൊണ്ട് അതുകൊണ്ട് ജീവിതം തന്നെ മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിക്കും. ഓക്കെ സാർ, ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ? സാർ വളരെ കൃത്യമായിട്ട് കോഗ്നിറ്റീവ് നമ്മുടെ ബ്രെയിനിന്റെ ആ ഫങ്ഷൻസിനെ പ്രോപ്പറായിട്ട് നിലനിർത്തുന്ന രീതിയിൽ പരീക്ഷാകാലത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികൾ പെർസീവ് ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിൽ തന്നെ അവരെ ആ പ്രാക്ടീസിലേക്ക് കടത്തിവിടുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പവർ കൂടുതൽ. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. സാർ ഈ നമ്മുടെ ഇപ്പൊ ഈ ഗഗൻയാൻ യാത്രികനില് പ്രശാന്ത് ബി നായർ ഉണ്ടല്ലോ, നെന്മാറയിലെ, അദ്ദേഹം പഠിച്ചത് ഈ ഞാൻ താമസിക്കുന്നതിനടുത്തുള്ള പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലാണ്. ആ വിദ്യാർത്ഥിയുടെ പഠന രീതികളും മറ്റു അധ്യാപകർ ഒക്കെ പറയുകയും ഒക്കെ ചെയ്തത് ഇത് സാർ ഇപ്പോൾ അവതരിപ്പിച്ച ഈ മൈൻഡ്ഫുൾ ലേണിംഗ് അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. കാരണം ഈ കുട്ടി യോഗ ചെയ്യുമായിരുന്നു, ഈ കുട്ടി സ്പോർട്സിലും എടുക്കാനായിരുന്നു, സ്കൂൾ ലീഡറാണ്, 10th-ലും 12th-ലും ടോപ്പറാണ്. പക്ഷെ ജാടയില്ല, ഈ വെപ്രാളമില്ല, ടെൻഷൻ ഇല്ലാത്ത യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി, വീട്ടിലും അതേ അന്തരീക്ഷമൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു വളരെ ഈ വിദ്യാർത്ഥികൾക്ക് പഠിച്ച് കാണേണ്ട സാറ് അവതരിപ്പിച്ചതൊക്കെ ഈ ഒരു ലിവിങ് എക്സാമ്പിൾ ആയിട്ട് ഈ പ്രശാന്ത് നായരുടെ ആ ഒരു പഠന രീതിയെ ടീച്ചേഴ്സ് വിശേഷിപ്പിച്ചത് TV-ലൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എനിക്ക് പരിചയക്കാരും കൂടെയാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ ഈ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാതെ, ഇപ്പം ഈ ഗഗൻയാൻ യാത്രികനാകുന്നു എന്ന് നമ്മളെ സെലക്ട് ചെയ്താൽ നമുക്ക് 4 പേരോട് പറയാതെ അടക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അത് പറയുകയും എന്റെ പൊങ്ങച്ചെന്നടിക്കുകയും പിന്നെ അങ്ങനെ ചെയ്യാൻ, ഭാര്യയോട് പോലും ഇതാരോടും മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞിട്ട് വളരെ കൂളായിട്ട് കാമായിട്ട് 4 കൊല്ലം കൊണ്ട് ഇതിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നതും ഒക്കെ ഈ മൈൻഡ്ഫുൾ ലേണിങ്ങിന്റെ അറിവ് അങ്ങനെ രുചിച്ച് പ്രലോഭനത്തിൽ പെടാതെ പോകുന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ക്ലാസ് ഇങ്ങനെ ആസ്വദിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കമന്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെയുള്ള പഠിതാക്കളും പഠനവും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നവരെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഓരോ കാര്യം ചെയ്യാൻ പറ്റും. ഒരു ട്രെയിനിങ്ങിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പൊ അതിലുമൊക്കെ സംഭ്രമവും പരിഭ്രമവും ഇല്ലാതെ തീരുമാനം എടുക്കാനും വളരെ കമ്പോസ്ഡ് ആയിട്ട് നിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ മൈൻഡ്ഫുൾ ലേണിംഗ്. എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാനല്ല ഇത് സഹായിക്കുന്നത്. പരീക്ഷയ്ക്ക് അത് സ്വാഭാവികമായിട്ട് അങ്ങ് ജയിച്ചോളും, മാർക്ക് വാങ്ങിക്കോളും. പക്ഷെ ബാക്കി മൊത്തം ഒരു ഡിസിപ്ലിൻഡ് ലൈഫിന് ഇത് തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. സാറിന്റെ ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഇത്തിരി ഫാസ്റ്റ് ആയിപ്പോയി. അതിവേഗത്തിൽ പോയിന്റുകൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പോകുന്ന കാരണം ഞങ്ങൾ ഈ സീനിയർ സിറ്റിസൺ എല്ലാം ഓടി പുറകെ
വന്നിട്ട് അത് പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് നേരത്തെ സാർ പറഞ്ഞ ഈ പ്രലോഭനം പാടില്ല, പ്രോത്സാഹനം ആവാമെന്ന് പറഞ്ഞ ഓക്കെ പെട്ടെന്ന് ഇത്തിരി സ്പീഡ് കൂടി പോയി. അത്രേ ഉള്ളൂ. എനിവേ താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ചിന്മയാനന്ദ സ്കൂള് അവര് ഒരുപക്ഷെ ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നില്ലായിരിക്കും, പക്ഷേ ധ്യാനം, അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പഠനം, ഇതെല്ലാം എനിക്ക് മനസ്സിലായി. താങ്ക് യു ഫോർ ഷെയറിങ്. ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഒന്നാമത് എന്തോ ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ തീർക്കാനുള്ള ഒരു പിന്നെ സാബു സാറിനോട് വഴക്കുണ്ടാക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സാറിന്റെ ഇന്നത്തെ ഈ ഷെയറിങ് അതൊരു വളരെ ഒരു നല്ല ഇതായി, പോസിറ്റീവായിട്ട്. കാരണം ഇത് വളരെ നന്നായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ മക്കളെ വളർത്തേണ്ടത്. ഇപ്പൊ എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതായത് ഇത് കൂടുതൽ പ്രായോഗികമായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത് വെറും തിയറി ആയിട്ട് മാത്രം നിൽക്കുന്നതാണോ അത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പം സാറ് ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നി അത് അതിന്റെ ആ പേടി പോയി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്നും, അതുപോലെ തന്നെ ഇത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഇപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം, ശുഭാപ്തി വിശ്വാസം, അതേ ഒരു സന്തോഷം എനിക്കിപ്പോൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബ്രെയിനിന്റെ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് സാർ പറഞ്ഞതെല്ലാം വളരെ ആപ്റ്റാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും സാർ ആ പോയിന്റ് പറഞ്ഞതിന്റെ കൂടെ പറയുമ്പോൾ അതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതിങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ സുധോധരൻ സാർ പറഞ്ഞ സ്കൂള് ഈ മാർക്ക് ഓറിയന്റഡ് ആണ്. ഈ പിള്ളേര് കൂടുതൽ മാർക്ക് വാങ്ങണം എന്ന് നിർബന്ധം, അത് പരീക്ഷ ഇല്ലാത്ത സ്കൂളാണോ, വേറെ എന്തെങ്കിലും ഒരു അത്തരം നടപ്പാക്കുന്നതാണോ? സർ CBSE സ്കൂളാണ്. അപ്പൊ അത് ഈ നെന്മാറയുടെ അടുത്തുള്ള ഒരു വളരെ ഗ്രാമപ്രദേശത്ത്, ഫാർ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, പല്ലാവൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഈ വാദ്യങ്ങളും ഒക്കെ വാദ്യ വിദഗ്ധന്മാരൊക്കെ ഉള്ള ഒരു ഗ്രാമമാണത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ വളരെ സെറീൻ അറ്റ്മോസ്ഫിയർ, പിള്ളേര് വളരെ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുന്ന, അവിടെ യോഗ, മെഡിറ്റേഷൻ, അതേപോലെ തന്നെ കൃഷി പഠിപ്പിക്കൽ, അങ്ങനെ ഒരുപാട് വളരെ ഒരു ഡിഫറെന്റ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്കൂളാണത്. ഓക്കെ സാറ്, അരുണി സാറ് ന്യൂസ് കണ്ടു കാണുമല്ലോ അല്ലേ? ഞാൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അതേ കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതേ ഉള്ളൂ. സാധാരണ ഞാൻ അധികം ന്യൂസ് കാണാറില്ല. എൻ്റെ ഇവിടുത്തെ ടൈമിന്റെ ഇതൊക്കെ അധികം ഞാൻ കാണാറില്ല. എനിവേ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. എനിവേ അതേക്കുറിച്ച് എനിക്കറിയാം. യെസ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. സാറേ, ഞാനൊരു കാര്യം പറയാം. അപ്പൊ മൈൻഡ്ഫുൾ ലേണിംഗ് എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിന് വളരെയധികം പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെ ഇപ്പോ ലേണിംഗ് ത്രൂ ഫൺ, ലേണിംഗ് ത്രൂ ഒബ്ജക്റ്റ്, ലേണിംഗ് ത്രൂ ഇമേജസ് എന്നൊക്കെ പറഞ്ഞ് സ്മാർട്ട് ക്ലാസ് റൂമും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഒക്കെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ സ്കൂളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മറ്റു സ്കൂളിലൊക്കെ എത്തും അത്. അപ്പൊ അതൊക്കെ കുട്ടികളെ ക്രിയേറ്റീവ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ ഫീൽഡ് അനുസരിച്ച് ന്യൂ ജനറേഷൻ കോഴ്സുകളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പുതിയ സിസ്റ്റങ്ങൾ വരുന്നത്. മുമ്പത്തെ പാഠ്യപദ്ധതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എഫക്റ്റീവ് ലേണിങ്ങിൽ ഈ ഇമേജസും പിക്ചറും ഒക്കെ വെച്ചിട്ടാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. പാഠപുസ്തകങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമും സ്മാർട്ട് സ്ക്രീനും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയ പാഠപദ്ധതികളിൽ, പർട്ടിക്കുലർലി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ പോളിസി, എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ അവർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. പക്ഷെ ഞാനിപ്പം സുധോധരൻ സാറ് പറഞ്ഞതും അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്: നമ്മൾ പുതിയ അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ടീച്ചിങ് മെത്തേഡ്സ്, വിഷ്വൽ ആയിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും നമ്മളുടെ ജീവിതത്തിന് എന്തുമാത്രം അത് ജീവിതവുമായിട്ട് നമ്മുടെ ഇമോഷണൽ ലൈഫിനകത്ത് അത് എന്തുമാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമ്മളുടെ ഇതെല്ലാം ഈ പഠിക്കുന്നതെല്ലാം തന്നെ ആൻസൈറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യാനാണോ, അതോ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അക്കാഡമിക് എക്സലൻസിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലും പറയാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും അല്ല, നമ്മളുടെ അക്കാഡമിക് എക്സലൻസ് അല്ല, ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർ ഇതൊന്നും അങ്ങനെയൊന്നും അല്ല, അവരൊന്നും അല്ല സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ശാന്തമായിട്ട് ജീവിച്ചു പോകുന്നത്. ഇപ്പം ഇവിടെ തന്നെ പലരും അഭിപ്രായപ്പെട്ടു അത് ആ രീതിയിലേക്ക് വരാനും കൂടി കൂടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ വിദ്യാഭ്യാസ രീതി ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കുന്നതാണ്. നമ്മളെ എത്രമാത്രം പുതിയതായിട്ടുള്ള രീതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമ്മളുടെ ശാരീരികം, മാനസികം, വൈകാരികം, അതുപോലെ തന്നെ നമ്മളുടെ ദൈക്ഷണികമായിട്ടുള്ള ഇതെല്ലാം ഈ 4 കാര്യങ്ങളെങ്കിലും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാ ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ആ രീതിയാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൂടി എനിക്ക് പറയുന്നുണ്ട്. സാർ പറഞ്ഞതിന് ഞാൻ നന്ദി. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ എതിർക്കുകയല്ല, ഞാൻ അത് കോംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇത് മാത്രം പഠനം അല്ലെങ്കിൽ എന്താണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ആ അല്ലെങ്കിൽ പഠനത്തിലുള്ള എക്സലൻസ് മാത്രമല്ല, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്തുമാത്രം നമ്മളുടെ പാഠ്യപദ്ധതിയിൽ ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി അറിയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള കരിക്കുലം ഉണ്ടാക്കുന്നവർ അതിന് വേണ്ടിയിട്ടുള്ള ആ രീതി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ. സോ നമുക്ക് മെഡിറ്റേഷനിൽ പോവാം അല്ലേ? യെസ്, യാ. Second. Okay. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. Okay, so we are starting now. Please take a comfortable seat and make yourself comfortable. You can choose and find a most convenient position for posture now. Make sure that all parts of your body rest and relax on the surface where you are sitting. Please make necessary adjustments of your body or clothes. Keep yourself presently warm and comfortable. Please remove your glasses if you are wearing one. And when you are ready, you may close your eyes now. Please
Make sure that nothing should be bothering you. Even the ordinary inconveniences in your room or the space where you are sitting. Let us bring our attention to the center of the body. That is in our heart. Take a deep breath, slowly and gently. Hold it for 1 second and exhale it slowly. Please take another deep breath. Slowly hold it and exhale slowly and gently. This is the time just for you. It's time to do what you needed for the highest good. This is the expression of self-love. There is nothing else you should be doing right now. Please bring your whole attention to this moment and aware of the incoming and outgoing breath. The gentle breath come and go. Just observe the natural flow of the breath. This moment is the only reality that exists for us. Just observe the incoming and outgoing breath. Let us observe the condition of the body now. Is there any pain or discomfort? You feel it in your body now. You feel anything. There is some discomfort or pain in your body. Take another deep breath.
through the nose and exhale it through your mouth. You may notice that your whole body relaxes on the exhale. Each and every breathes out longer than the breath-ins help you calm and relax. In order to relax deeply, please engage your breath outs a little bit longer than the breath-ins. So let us continue the meditation by watching the incoming and outgoing breath. If you are annoyed by any sounds outside, just be aware. Do not judge anything that is happening with this space and around you. If any annoying thoughts or judgmental thoughts are coming, slowly return to the awareness of the breath. Just observe the natural breathing rhythm without controlling it or changing it. Just watch and enjoy the experience of breathing in and out.
meditation is to help us to relax completely. So please let go of any other expectations you might have. Please do not expect any insights to come or in a particular way to change our ideas or thoughts during the meditation. Please be here consciously, focused on this very moment. If you notice that your mind is not calm, as you might be wanting or expecting, don't worry. The internal charts and random thoughts are quite normal. So take it is as it is. Just observe when there is thoughts or emotions or feelings coming, and gently please return to the awareness of the breath. This is the time that we are not gaining anything and losing anything. This is the time that is given for each of us. Simply being here. And enjoying the pure awareness of our body, of our breath, of our thoughts, and also the awareness of the surroundings, of the environment. Please don't try to add any experience. Or you can be aware of the breath, the pure awareness of the breath. The awareness of the breath is bringing resilience or tranquility in our mind. Just be aware of that also. Please don't crave for anything, even for a pleasant experience. Our mind's own present experiences.
So it is right each and every moment of our life. So let us be aware of that craving when we meditate. And slowly return to the awareness of the breath. Only the awareness of the breath. Nothing else. We are consciously returning to the awareness of the breath. Then the awareness of our body, the whole body. Then the awareness of the surroundings and the space where we are sitting. And slowly we open our eyes now. The meditation is over now. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? റോയ് സാർ. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഏതോ ഒരു സൈക്കോളജിക്കലായിട്ട് വലിയ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ അതുപോലെയുള്ള ആൾക്കാർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് എന്ന് ആയിരുന്നു ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഒരു സാധാരണ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് മൈൻഡ്ഫുൾനെസ്. ഇന്നിപ്പോൾ പഠിത്ത കാര്യത്തിലും ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് വളരെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരുന്നു വന്ന് പോകുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ മൈൻഡ്ഫുൾനെസ്സിൽ വേറെ അധികം മൈൻഡ്ഫുൾനെസ് എടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ത്വരിതമാക്കാനുള്ള ഒരു കഴിവുണ്ടായതുപോലെ തോന്നുന്നു ഇവിടെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മൈൻഡ്ഫുൾനെസ് അല്ല, തുടർച്ചയായിട്ടുള്ള മൈൻഡ്ഫുൾനെസ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് പ്രായോഗിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു കാര്യമാണെന്നും ഇങ്ങനെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ഇത് നിവർത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം, ജോഷി സാറ് പറഞ്ഞ ഒരു കാര്യം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നത് മേടിച്ചു തരാം എന്ന് പറയുന്നത് മെറ്റീരിയൽസ് അല്ല, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളാണ് എങ്കിൽ അങ്ങനെ കൊടുക്കാവുള്ളൂ. അല്ലാതെ മെറ്റീരിയൽസിന് ഓഫർ കൊടുക്കരുതെന്ന് എവിടെയോ ഞാനത് വായിച്ചതാണോ ക്ലാസ് കേട്ടതാണോ എന്ന് എനിക്കറിയാം ഇത് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ
അതങ്ങനെ ഒരു അതിൽ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല, എങ്കിലും അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഇനി ഞാനിപ്പോൾ ഇത് കേട്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത്. ഓക്കെ സാർ, താങ്ക് യു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, സോ മൈൻഡ്ഫുൾനെസ് വളരെ ഉപകാരപ്രദമാണ് അല്ലേ സാറിന്റെ അഭിപ്രായത്തിൽ? അല്ലേ? വളരെ പറയാം. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ജോർജ് സാർ. സാർ വളരെ സന്തോഷം, താങ്ക്സ് സാർ. അനിൽ സാറെ പതിവ് പോലെ ഇന്നും ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമായ അറിവുകളാണ് സാറ് ഓർമ്മപ്പെടുത്തിയത്, പങ്കുവച്ചു അല്ലേ. വിദ്യാർത്ഥിയും അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരോടെ ചേർന്നാൽ ആ പഠനം സുഗമമാകൂ, അതൊരു പ്രശ്നമല്ല എന്നുള്ള വിധത്തിലേക്ക്. അതുപോലെ ഭാഷ പഠിക്കുമ്പോൾ ആ പുതിയ വാക്ക് ഉപയോഗിച്ചൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞതും, കെമിസ്ട്രിയുടെ ആ രസതന്ത്രത്തിന്റെ രസം, അതെ അല്ലേ, ഓരോ എണ്ണം മറ്റൊന്നിനോട് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ആക്ഷനും റിയാക്ഷനും ഒക്കെ അത് രസകരമാക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഹരമായിരിക്കും, സംശയമില്ല. അതുപോലെ ടെക്നിക്കലായിട്ടുള്ള ഏത് കാര്യം, അതുപോലെ കൃഷിയോട് ബന്ധപ്പെട്ടാണെങ്കിലും ശരിയാണ്. ഒരു പയറ് തന്നെ നട്ട് അത് മുളയ്ക്കുന്നതിനെ പറ്റിയൊക്കെ ആ താല്പര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠനം പിന്നെ സുഗമമായി. അതൊക്കെ നല്ല എന്താ സാർ വെളിച്ചം കൊടുക്കുന്നത് പോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. ഇതൊക്കെ ശരിയാണ്, ഇത്രയോ ഇങ്ങനെയൊന്നും അല്ല, തിയററ്റിക്കലോ സിസ്റ്റമാറ്റിക്കോ ഒന്നും ആയിട്ടല്ലല്ലോ നമ്മുടെ അറിവുകൾ. പക്ഷെ അതെല്ലാം കോർത്തിണക്കി ഇങ്ങനെ ശാസ്ത്രീയമായി പറയാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഗുണകരമാകും, യാതൊരു സംശയവുമില്ല. ഇനി ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമുക്ക് ഇത് പങ്കുവെക്കാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സുധോധനൻ സാറ് ഡോക്ടറാണോ അതോ എന്താണ് പ്രൊഫഷൻ എന്നും കൂടി അറിയാൻ താല്പര്യമുണ്ട്. എന്തോ? ഞാൻ താങ്ക് യു സാർ. ഞാൻ വേറെ ജോർജ് സാർ, സുധോധനൻ സാറിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയായിരുന്നു. അദ്ദേഹം ഡോക്ടറാണോ അതോ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും? വെറ്റിനറി ഡോക്ടറാണ്. വെറ്റിനറി ഡോക്ടറാണ്. അതിനേക്കാൾ ഉപരി 2 സ്കൂളിന്റെ എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് മാനേജറും കൂടിയാണ്. ഓ ശരി, ഓക്കെ. സാറിന് ഇത് വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്. ജോഷി സാർ എന്തെങ്കിലും പറയുന്നോ? പറയാം. അതായത് ഈ റോയ് സാർ ഇപ്പൊ പറഞ്ഞു, നമുക്ക് പിള്ളേർക്ക്, ഞാൻ വീഡിയോയിൽ അധികം ഈ കമന്റ് പറഞ്ഞു തീരുന്നതിനകം വരാം കേട്ടോ, ചെറിയ തടസ്സമുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ സാർ, കുഴപ്പമില്ല. ഓക്കെ. റോയ് സാറ് പറഞ്ഞു നമുക്ക് പിള്ളേർക്ക് സാധനങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞതും അത് തന്നെയായിരുന്നു, അതിനുള്ളൊരു മറുപടി പോലെയും കൂടിയാണ് സാറിൻ്റെ അത് ഞാൻ കേട്ടത്. ആന്റണി സാറും അതിന് മറുപടി പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് വളരെ ശരിയാണത്. എങ്കിൽ കൂടെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അതായത് ചുറ്റുപാടുള്ള ആളുകൾ പലപ്പോഴും ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ എവിടെങ്കിലുമൊക്കെ കൊണ്ടുപോകാന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ നടുവിൽ നമ്മുടെ കുട്ടി വളരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഒരു സമ്മർദ്ദത്തിന്റെ പ്രശ്നമുണ്ട്. അവിടെയാണ് പലപ്പോഴും നമ്മൾ പെട്ടുപോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മുമ്പേ ഇടയ്ക്കൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാഭ്യാസ തലത്തിൽ മൊത്തത്തില്, അല്ലെങ്കിൽ സ്കൂള് തലത്തില്, കരിക്കുലം തലത്തിലൊക്കെ തന്നെ കുറെയൊക്കെ വ്യത്യാസം വന്നാലേ നമുക്ക് നമുക്കുണ്ടാകുന്ന ഈ സമ്മർദ്ദത്തിൽ നിന്നും കൂടി ഒന്ന് രക്ഷപ്പെടാൻ ചിലപ്പം സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സാറിന് എന്തെങ്കിലും അതിന് മറുപടി പറയാനുണ്ടെങ്കിൽ തിരക്കടില്ല. സംഭവം ശരിയാണ്. നമ്മുടെ കൊച്ചിനൊരു അൽഫാം വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ വേറെ എവിടെ പോയി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്വീകാര്യമായി തീരില്ല. കാരണം അപ്പുറത്തെ കൊച്ചു ഐഫോണുമായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ അതുകൊണ്ട് വരുന്നത് കാണുന്നു, അല്ലെങ്കിൽ വേറെയും പിള്ളേർ കൊണ്ടുവരുന്നു. ഈ ഒരു സമ്മർദ്ദത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മളൊന്ന് കൈകാര്യം ചെയ്യുക? ഓക്കെ, ചോദ്യം പ്രീതി എന്ന് വിചാരിക്കുന്നു.
ചോദ്യം പിടികിട്ടി സാറേ. ഓക്കെ. ഓക്കെ, നമ്മളിപ്പം ഐഫോണും ഐസ്ക്രീമും ഭക്ഷണവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ ആയിട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ മക്കൾ പ്രതീക്ഷിക്കും ഒക്കെ, പക്ഷെ എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, മാതാപിതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അറിയാതെ തന്നെ മക്കൾക്ക് ആഗ്രഹമുണ്ട്. കാരണം മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർ കുട്ടികൾ പിയർ ഗ്രൂപ്പുകളിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ആണല്ലോ. പ്രത്യേകിച്ച് ടീനേജിൽ എത്തുമ്പോഴേക്കും അവർ കൂടുതൽ മാതാപിതാക്കളെക്കാൾ അധ്യാപകരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ കളിക്കുന്നതും അനുകരിക്കുന്നതും എല്ലാം പിയർ ഗ്രൂപ്പിലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, എല്ലാവർക്കും ഐഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റിയല്ല, അല്ലെങ്കിൽ എനിക്ക് അതുപോലെയുള്ള അനുഭവങ്ങൾ ഇവിടെ അതുപോലെയുള്ള ഫാമിലി എനിക്കറിയാം. ഞാൻ മലയാളി ഫാമിലികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരത് പിശുകൊണ്ടല്ല, അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുള്ള വലിയ 1-2 കുടുംബക്കാരെ എനിക്കറിയാം. ആ മക്കളോട് അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ഞങ്ങൾക്കിത് മേടിച്ചു തരാൻ സാധിക്കില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് നല്ല നല്ല സമ്മാനങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിൽ വിട്ടു പഠിപ്പിക്കുക. ഇവിടെയുള്ള പല ആളുകളും ഇംഗ്ലണ്ടിൽ ഒക്കെ വിട്ടു പഠിപ്പിക്കാറുണ്ട്. കൂടുതൽ ആളുകൾ മലയാളി കുട്ടികൾ ഇംഗ്ലണ്ടിലൊക്കെ വിട്ടു പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അവർക്ക് അത് സാധിക്കില്ല. അതുകൊണ്ട് അവരോട് മക്കളോട് പറയുകയാണ്, നമുക്കത് പറ്റിയല്ല, അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ ഡാഡിയുടെയും മമ്മിയുടെയും ഈ വരുമാനം കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ മക്കൾക്ക് സാധിക്കും. അവരത് കോളേജ് കാലത്ത് മാത്രമല്ല, അവർക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി മേടിച്ചിട്ടായിരിക്കും ഐഫോൺ മേടിച്ചു കൊടുക്കുന്നതെന്ന് വരിക. അതേസമയം ഐഫോൺ മേടിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സാധാരണ മലയാളി ഒരു കുടുംബത്തില് അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനും മകനും നോക്കുമ്പോഴേക്കും ഒരുപക്ഷെ ഐഫോൺ കിട്ടുന്നതിൽ മക്കൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങനെ കിട്ടിയെന്നുള്ളതിനെ കുറിച്ച് പിൽക്കാലത്തും ഇവർക്ക് അവരറിയുമ്പോഴേക്കും ഒരുപക്ഷെ ആ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ആയിരിക്കില്ല ഒരു സാധാരണ കർഷകന്റെ അല്ലെങ്കിൽ ഒരു സാധാരണ വരുമാനക്കാരന്റെ മകനോ മകളോ ഐഫോൺ കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ആ നിരാശയും അതും തമ്മിലുള്ള ആ വികാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ മക്കൾക്ക് എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. അവരെ പറയേണ്ട വിധത്തില് നമ്മളുടെ സോഴ്സുകൾ അല്ലെങ്കിൽ നമ്മളുടെ വരുമാന സ്രോതസ്സുകൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അത് കിട്ടാത്തതിൽ വിഷമമില്ല. ഇപ്പൊ കാർ മേടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു മക്കൾക്ക് അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞ അത് ഒരു നല്ല രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാകും, അവരത് അംഗീകരിക്കും, അവർക്ക് സന്തോഷമേ ഉണ്ടാകുള്ളൂ. എനിക്ക് തോന്നുന്നു സാറിന്റെ ഉത്തരം എന്റെ അഭിപ്രായം ഇതാണ്. അതുപോലെ എനിക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. ഓക്കെ സാർ. സരസ്വതി മാം എന്തെങ്കിലും പറയുമോ? നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. ഓക്കെ മാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും റോയ് സാർ എന്തെങ്കിലും പറയുന്നു? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ആന്റണി സാറിനൊരു നല്ല താങ്ക്സ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. റോയ് സാർ. താങ്ക്സ് കേട്ടോ, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. ജോഷി സാറിന്റെ ചോദ്യത്തിന് ആശയത്തിന് ഒരു വ്യക്തമായ ഉത്തരം തന്നതെന്ന് ഞാൻ കരുതുന്നു. സാറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉത്തരം എനിക്ക് സ്വീകാര്യമാണ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ ഈ കാലം കുറെ മാറി. ഇപ്പൊ എന്റെ പ്രായത്തിലാണെങ്കിൽ നമ്മൾ പലതും വീട്ടിൽ ചോദിക്കാറ് പോലും ഇല്ല, ചോദിക്കേണ്ട കാര്യമില്ല, ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ നമ്മുടെ മക്കളിലേക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ മക്കളെ പഠനകാലം കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആ ഒരു വലിയ സമ്മർദ്ദം, ഇതൊന്നും അവർക്ക് ആയിട്ടോ ആകാമായിരുന്നിട്ടോ അല്ല. പലപ്പോഴും വീട്ടിലുള്ളവരും ചിലപ്പോൾ സമ്മർദ്ദപ്പെടുത്തും. ഈ പിള്ളേർ മാത്രമല്ല, ഇപ്പോ ഹസ്ബൻഡ് വൈഫ് ചിലപ്പോ ആ പിള്ളേരെ എല്ലാം അവര് വിട്ടു, അവര് നമ്മളെക്കാൾ എത്രയോ മോശം സാമ്പത്തിക അവസ്ഥയെ കിടക്കുന്നത് കാരണം അവർക്കൊക്കെ കൊടുത്തു. ഇങ്ങനെ വന്ന് വല്ലാത്ത ഒരു സമ്മർദ്ദത്തിലേക്ക് ചിലപ്പോൾ കുടുംബം മാറിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്, കാണുന്നുണ്ട്. ഉണ്ടെന്നല്ല, ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും
യെസ്, ഞാൻ agree ചെയ്യുന്നു സാറേ. തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ സമൂഹത്തിലും ഉണ്ട്. അതായത് പിയർ ഗ്രൂപ്പ് സ്വാധീനം കുറെ വരുന്നുണ്ട്. യെസ്, കാരണം എല്ലാ രക്ഷകർത്താക്കളും ഒരുപോലെയല്ല. അപ്പൊ അവരുടെ കുട്ടികളും നമ്മുടെ കുട്ടികളുമായിട്ട് വരുന്നൊരു വിഷയമാണ്. അപ്പൊ ഈ പിയർ ഗ്രൂപ്പ് നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കുക, അവരുടെ കൂട്ടുകാരാരൊക്കെയാണ് മറ്റതാണ് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചൊരു സമീപനം അവരോട് ചെയ്യുകയും വന്നാൽ വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അവന്റെ കൂട്ടുകാരൻ മേടിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു വേണമെന്ന് തോന്നുന്നത് സാധാരണ. അതിന്റെ കോസ്റ്റും മറ്റതും എല്ലാം. അപ്പോ സാമ്പത്തിക ചുറ്റുപാട് ഉള്ള ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ വാങ്ങിക്കൊടുക്കുന്നു. അത് കണ്ടിട്ട് സാമ്പത്തികാത്രം ഇല്ലാത്ത കുട്ടികൾ അവരുമായിട്ടുള്ള ചങ്ങാത്തത്തില് ത്യാഗം. സാറേ, ഞാൻ വണ്ടടിച്ചു പോയിട്ടുണ്ട്. ഇവിടെ പല ആളുകള് ഈ +2 കഴിഞ്ഞ് അങ്ങോട്ട് പിള്ളേർക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇവർക്ക് ഇത് എവിടെ നിന്ന് ഇതിനുള്ള പൈസ ഉണ്ടാകും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നത് എല്ലാം ചെയ്തു കൊടുക്കുന്നു. ചില ടൂറുകൾ പോകുന്നു, അവർ തന്നെ പ്ലാൻ ചെയ്ത് അങ്ങ് ടൂറ് പൊക്കൊള്ളുക. പക്ഷെ ഇതിന്റെ നടുവിലാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലം ഒരു മൈൻഡ്ഫുൾനെസ്സുമായിട്ട് നമ്മൾ നമ്മുടെ പിള്ളേരെ കൈകാര്യം ചെയ്യാൻ പോകും. പക്ഷെ അവര് ശല്യമൊന്നും നമ്മളോട് ഉണ്ടാക്കാറില്ല. എങ്കിലും അവരുടെയും ഒക്കെ മനസ്സിൽ ചിലപ്പോൾ കിടക്കണേ നമ്മുടെ അപ്പൻ അവരൊക്കെ എത്രയോ മെച്ചപ്പെട്ട് കിടന്നിട്ട് നമ്മളെ എന്തൊരു വിശിക്കനാണ് എന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് ഈ നേരെ ഇങ്ങനെ അല്ലെങ്കിൽ കൂടെയും കാട്ടേരും പടപ്പേരും ഒക്കെ തല്ലി അവരും ഒക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചൂണ്ടുകയും ചുരുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മുടെ മാതാപിതാക്കൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ മക്കളെ ഒരു പ്രായം ആയി കഴിയുമ്പോഴേക്കും അവരെ പ്ലീസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ അവരെ പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ നേടാവുന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്ന ബൈക്ക്, ഐഫോൺ, അല്ലെങ്കിൽ എന്ത് പാട്ട് പറയാ, അത് ഇങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇതെല്ലാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അവർ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സന്തോഷിപ്പിക്കുക എന്നുള്ള വാക്കല്ല, പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വ്യഗ്രത ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മറ്റു പല കാരണങ്ങളുണ്ട് കേട്ടോ. ഒരു എല്ലാം നമുക്കിപ്പോ പറയാനും അല്ലെങ്കിൽ അതിനുള്ള സമയവും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഇല്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായി ഈ പറഞ്ഞ പോലെ ടാബ്ലറ്റും മൊബൈലും ഒക്കെ മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ ആ ചെറുപ്രായത്തിൽ തന്നെ സ്പെക്സ് വയ്ക്കുന്നതും കണ്ണിന്റെ പവർ വ്യത്യാസം വരികയൊക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് തിരിച്ചാലോചിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അതുപോലുള്ള ആൾക്കാർ. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നതും ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം വയ്ക്കുക, പിന്നെ പുറത്തിറങ്ങി ലോങ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ കാണാനും അതുപോലെയുള്ള ഗെയിമുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു വിടുന്ന ഭാഗം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവരോടുള്ള സ്നേഹം കൊണ്ട് ഈ മോഡേൺ ആയിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും അതുമൊക്കെ ഇവർ സ്വന്തമാക്കുമ്പോൾ പേരൻസിനൊരു സന്തോഷമൊക്കെ തോന്നുന്നു. പക്ഷെ അതിൻ്റെ കുഴപ്പങ്ങൾ വരുന്നുണ്ട് കുട്ടികളിൽ. ശരിയാ. ഇപ്പോഴത്തെ ചില സ്കൂളുകളിലേ ഈ പേരന്റിന് ചിലപ്പം ഇംഗ്ലീഷ് ABCD വരെ അറിയത്ത പോലും ഇല്ലായിരിക്കും. അവരാണ് ഈ വലിയ സ്കൂളിൽ വിട്ടത്. നമ്മൾ ഇവര് വന്നിട്ട് സംശയം വന്ന് ചോദിച്ചാൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മളത് പറഞ്ഞാൽ പറയും, നിങ്ങൾ ഞങ്ങളുടെ കൊച്ചു നന്നാകുന്നതിനുള്ള വിനോദം കൊണ്ടായിരിക്കും, കൊതിച്ചുറവ് കൊണ്ട് പറയുന്നതാണ് എന്നും പറയും. സാറേ, ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഓർത്ത് പറയുക. പേരൻസിന് നോ പറയാനുള്ള വിഷമം, അതുപോലെ കുടുംബത്തെ സാഹചര്യം മക്കളെ അറിയിക്കാതെ വളർത്തുന്നതിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മക്കളെ അറിയരുതെന്ന് കരുതിയുള്ള ആ ത്യാഗം ഒക്കെ വലിയ വിപത്തിലേക്കാണ് ചെല്ലുന്നത്. ഒരു നല്ലൊരു ഉദാഹരണം ഞാനിങ്ങനെ ഏറെക്കുറെ എനിക്കറിയാവുന്ന ഒരു ലൊക്കേഷനിൽ എറണാകുളത്ത് വലിയൊരു ഹോട്ടലിൻ്റെ ഉടമ, അയാൾക്ക് ഒരേ ഒരു മകൻ, ഒത്തിരി ആസ്തിയുണ്ട്. അയാൾക്ക് ഇതേപോലെ ചോദിക്കുന്നൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാറ് ചോദിച്ചു. അമ്മ അച്ഛൻ പറഞ്ഞു, മോനെ ആ കാർ ഇപ്പം മേടിക്കുന്നത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ മകൻ സൂസൈഡ് ചെയ്തെന്നാ പറയുന്നത്. അപ്പോ
ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ട നോ അതായിരുന്നു അവനത് താങ്ങാനായില്ല. അപ്പോൾ അതും അത് അതും അതും ഈ സമൂഹത്തിൽ ഒരു വലിയ വിഷയമാണ്. മക്കളോട് ആ യാഥാർത്ഥ്യം അറിയിക്കാതെ അവരെ വളർത്തുന്നത് ശരിയല്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവരറിയണം, വല്ലായ്മ അറിയണം, നോ കേൾക്കേണ്ടടുത്ത് നോ കേൾക്കണം. അങ്ങനെയൊക്കെ ആകുന്ന നല്ലത് എന്ന് ഇങ്ങനെയുള്ള ചില കഥകളും സൂചിപ്പിക്കും. പക്ഷെ ഇത് പ്രയോഗിക്കാൻ പല പേരൻസിനും പേടിയാ. അത് എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ വേണ്ടത്ര ഇപ്പം ഞാൻ ഇപ്പം ഒരു വർഷത്തിൽ കൂടുതലായി മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തു, മൈൻഡ്ഫുൾ പേരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുത്തു. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ പറയുമ്പോഴും അത് പറയേണ്ട വിധത്തിൽ പറയാത്തത് കൊണ്ടാണ്. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അവരെ വിളിച്ചിരുത്തി ശാന്തമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇന്നതാണ് അതിന്റെ കാര്യകാരണങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം മക്കൾക്ക് മനസ്സിലാകും. ഒരു വയസ്സുള്ള കൊച്ചിനും തൊട്ട് എല്ലാവർക്കും മനസ്സിലാകും, അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ കാര്യകാരണങ്ങൾ ഒരു വയസ്സുള്ള 2 വയസ്സോ 4-5 വയസ്സുള്ള കൊച്ചിന് മനസ്സിലായില്ലെന്ന് വരും. ആ സമയത്തുള്ള നോ പറച്ചിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ടീനേജിലൊക്കെ എത്തിയ കൊച്ചിനുണ്ട് കാര്യകാരണങ്ങൾ സഹിതം അത് പറയാനുള്ള ഒരു മാനസികാവസ്ഥയും അതിൻ്റെതായിട്ടുള്ള ഒരു പക്വതയും വൈകാരികമായിട്ടുള്ള പക്വതയും മാതാപിതാക്കൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. എനിക്കൊന്നും ഞാൻ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഇല്ലേ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ പലരും 9 വയസ്സോ 10 വയസ്സോ അങ്ങനെ 15 വയസ്സൊക്കെയുള്ള കൊച്ചുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ കേരളത്തിൽ, ഇല്ലേ? മൊബൈൽ ഫോൺ കൊടുത്തില്ല, പിടിച്ചു വെച്ചതിന്റെ പേരിൽ. അപ്പൊ അത് ഒരു കർശനമായിട്ടുള്ള ഒന്നല്ലാതെ കാര്യകാരണങ്ങൾ പറയാൻ നമുക്ക് ആ ഒരു പക്വത, വൈകാരികമായ പക്വത, അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാകില്ല. യെസ് നോയോ ഒക്കെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാള് നിത്യവൃത്തിക്ക് വലിയ ബുദ്ധിമുട്ടാ. അച്ഛന് മീൻ കച്ചവടം, അമ്മയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ പൈസ എന്ന് കുടുംബം കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം. മകൻ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ഡിഗ്രി കോഴ്സ് +2 കഴിഞ്ഞാച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നപ്പോൾ പറഞ്ഞു അവന് എന്ത് ബൈക്കാ, 3.5 ലക്ഷം രൂപ വില വരുന്ന ഒരു ബൈക്ക്, ഡ്യൂക്ക് മോഡൽ ഏതാണ്ട്. അതിന്റെ പേരിൽ വീട്ടിൽ യുദ്ധമായിരുന്നു എന്ന് പറഞ്ഞേ. അവര് എത്ര പേരോടൊക്കെ കടം മേടിച്ചു, കുറെ ബാങ്ക് ലോൺ എടുത്ത് ഈ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. അവൻ 3 പേരെയും കയറ്റിക്കൊണ്ട് ചെന്ന് ഒരു ടിപ്പറിലേക്ക് ഇടിച്ചിട്ട് ഒരുത്തൻ ആ സ്പോട്ടിൽ മരിച്ചു. ഇവൻ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ വളരെ മാസങ്ങൾ ട്രീറ്റ്മെന്റിൽ കിടന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ്. അവർക്ക് നോ പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിപ്പോയി. ഞാൻ അന്ന് അവര് പറഞ്ഞപ്പോഴാ ഇങ്ങനെ ഡ്യൂക്ക് എന്ന് പേരുള്ള ആണെന്ന് തോന്നണേ, ആ പേര് തന്നെ ആണോന്ന് എനിക്കിപ്പോ അറിയില്ല. അങ്ങനെ ബൈക്കുണ്ട്, ഇത്രയും വിലയുണ്ട് എന്നൊക്കെ. അല്ല, പറഞ്ഞു വന്ന ഇത് തന്നെ, പേരൻസ് പേടിക്കുന്നു മക്കളോട് നോ പറയാൻ. അവരും മെച്ചൂർഡ് അല്ലായിരിക്കും, അത് തന്നെ കാര്യം. ഓക്കെ സാർ, താങ്ക് യു, ഗുഡ് നൈറ്റ്. സന്ദർഭവശാൽ ഓർത്ത് പറഞ്ഞു പോയതാ. അത് ഇങ്ങനെ നമ്മൾ പറയുന്നതിന്റെ ആശയങ്ങളോടൊപ്പം ഞാൻ ഒരുപക്ഷെ കുറെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇപ്പൊ പ്രായോഗികമായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ കേൾക്കുന്നത് വളരെ ഉപകാരപ്പെടും, കേട്ടിരിക്കുന്നവർക്ക് ഉപകാരം ഉണ്ടാവും, എല്ലാവർക്കും എനിക്കും അത് ഉപകാരമാണ്. ഓക്കെ സാർ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Okay, then, yeah, thank you, and have a nice evening and a good night to you, everybody. Okay, bye. Thank you. Bye.